അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മീൻവല്ലം ചെറുകിട ജലപദ്ധതി പദ്ധതിയാണ്. പാലക്കാട് ജില്ലയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് സംരംഭമാണ്. വെള്ളത്തിൽ നിന്ന് എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് മനസ്സിലാക്കുക എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് നമുക്ക് വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഏറെക്കുറെ ചെറുതായിട്ട് അറിയാമെങ്കിലും ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് വീട്ടിലേക്ക് വൈദ്യുതി എത്തുന്നത്, അതായത് വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് എങ്ങനെ വീട്ടിലേക്ക് നമുക്ക് എത്തിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ഇങ്ങനെ ഓടിപ്പോയി കാണാനൊന്നും സാധിക്കില്ല. നമുക്ക് പ്രത്യേകിച്ച് പെർമിഷൻ കാര്യങ്ങളൊക്കെ എടുത്താലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പൈപ്പും കാര്യങ്ങളൊക്കെ, അതായത് എനിക്ക് വരുന്ന മെയിൻ വാൾവും കാര്യങ്ങളൊക്കെ ഒക്കെ ഹൈഡ്രോളിക്കാണ്. ഇപ്പോൾ ഞാൻ പോയ സമയത്ത് തന്നെയാണ് ഇത് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം അപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു. കറണ്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് KSEB ഇങ്ങോട്ട് കണക്ഷൻ വരണം. ആ വരുന്ന ഭാഗത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായി ഓഫ് ആവും. വെറുതെ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു കറണ്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക് ഇവിടെ ഓഫ് ആവും. അങ്ങനെ കംപ്ലീറ്റ് ഇവിടെ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. 3 മെഗാവാട്ടാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ടോട്ടല്. ഏറെക്കുറെ ഇതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മേലെ ഡാമുണ്ട്. ആ ഡാമിൽ നിന്ന് നമുക്ക് ഒരു പൈപ്പ് വെച്ച് പെൻസ്റ്റോക്ക് പൈപ്പ് എന്നാണ് ഇതിന് പറയുക. ആ പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ നീളം 582 മീറ്റർ, അത്രയും ലെങ്ത്ത് ഹൈറ്റ് ഒക്കെ ഇട്ടിട്ട് അത്രയും ലെങ്ത്തിൽ നിന്നാണ് ഇത് വെച്ച് കൊണ്ടുവന്ന് നമ്മൾ നേരെ ഈ കാണുന്നതാണ് ഇതിൻ്റെ വാൾവ് കേട്ടോ. ഇത്രയും വണ്ണം ഉള്ള ആ വാൾവ് കൂടെ ആ വെള്ളം അത്രയും പ്രഷർ വന്നിട്ടാണ് ഇവിടെ ഹൈഡ്രോളിക് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ആ പൈപ്പിലൂടെ അവിടെ ഒരു ടർബൈൻ, ആ നീല ആ ബോക്സ് കാണുന്നുണ്ടല്ലോ, അതാണ് ടർബൈൻ. ആ ടർബൈനിലേക്ക് വന്നിട്ട് വെള്ളം നല്ല ഫോഴ്സിൽ വരുമ്പോഴാണ് അത് തിരിയാൻ, അതായത് കറങ്ങുന്നത്. ആ കറങ്ങുന്നത് നേരെ നമ്മളെ ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. അതായത് നമുക്ക് ജനറേറ്ററിലേക്ക് ഒരു കറക്കം വന്നാൽ തന്നെ അല്ലേ വൈദ്യുതി ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ നമ്മളത് വെള്ളം ഉപയോഗിച്ചിട്ട് ഈ ടർബൈൻ കറങ്ങുന്നത് നേരെ നമ്മുടെ ഈ ജനറേറ്ററിലേക്ക് കൊടുക്കുന്നു. അവിടെ നിന്ന് സപ്ലൈ നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതുമൂലം നമുക്ക് നേരെ പുറത്തൊരു മറ്റേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, അതായത് ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ വൈദ്യുതി കറക്റ്റ് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ എത്തുന്നത് കേട്ടോ. കാരണം ഇതാണ് അതിൻ്റെ ജനറേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് യൂണിറ്റ് ഉണ്ട്. അതായത് ഒന്നിൽ നിന്ന് 1500 കിലോവാട്ട് നമുക്ക് ലഭിക്കും. അങ്ങനെ മൊത്തം രണ്ടും കൂടി ചേർന്ന് 3 മെഗാവാട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പിൽ നല്ല വൃത്തിയിൽ തന്നെ കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. അങ്ങനെ എല്ലാവർക്കും പോയി ഓടിച്ചാടി കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന പ്രൊസീജിയർ. ഇതിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യുന്ന പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ വരുന്ന വെള്ളം, അതായത് ഉള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സാണ് ഈ കാണുന്നത്. നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല പ്രഷറിലാണ് നല്ല തള്ളുന്നത്. ഈ വെള്ളം നേരെ പുറത്തേക്ക് അങ്ങനെ ഔട്ട് സൈഡിലേക്ക് പൊക്കോളും. അപ്പോൾ ഇത്രയും വെള്ളമാണ് നമ്മൾ ആ പൈപ്പിനുള്ളിൽ കൂടെ നേരെ വന്ന് ഈ ടർബൈനിലേക്ക് വന്ന് ഈ ജനറേറ്റർ ഉപയോഗിച്ച് കറക്കി ഒക്കെ നമുക്ക് കറണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കറങ്ങുന്ന സ്പീഡ് വന്നിട്ട് 600 RPM, അതായത് ഒരു മിനിറ്റിൽ 600 പ്രാവശ്യം ഇത് തിരിയും. അപ്പോഴാണ് നമുക്ക് കറണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കുക ഇതിനുള്ളിൽ സാധിക്കുക കേട്ടോ. കാരണം ഇതാണ് അതിൻ്റെ മെയിൻ ജനറേറ്റർ. ഇതിനുള്ള കൂടുതൽ വിശദം കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൺട്രോളിങ് പാനലൊക്കെ ഇതിൻ്റെ മുകളിൽ കേട്ടോ. ഇവിടെ ചെറിയൊരു ഓഫീസ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് കൺട്രോൾ പാനലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ജനറേറ്ററും കാര്യം. ഇവിടെ കൂളിങ്ങൊക്കെ ഓയിൽ കൂളിങ്ങും അതേപോലെ വാട്ടർ കൂളിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ആ പൈപ്പ് കൂടെയാണ് വെള്ളമൊക്കെ നല്ല ഫോഴ്സിൽ വന്ന് ചാടുക. നല്ല ഫോഴ്സ് പറഞ്ഞാൽ നല്ല ഫോഴ്സായിരിക്കും കേട്ടോ. അത്രയും ഫോഴ്സിലാണ് വലുതുണ്ട്. ഈ കാണുന്ന ഒരു ജനറേറ്റർ, ഇവിടെ നിന്നുള്ള ജനറേറ്റർ നേരെ പുറത്തേക്ക് ഒരു ട്രാൻസ്ഫോമറൊക്കെ വെച്ചിട്ട് നമുക്ക് ലൈൻ നേരെ നമുക്ക് വീടുകളിലേക്ക് ചാർജ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ കറണ്ടൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെറ്റപ്പിലാണ് നമുക്ക് ജലവൈദ്യുതി പദ്ധതി
ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ ജലത്തിൽ നിന്ന് എങ്ങനെ വൈദ്യുതി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ കൺട്രോൾ പാനലൊക്കെ. ഇത്രയും കൺട്രോൾ പാനലുകൾ ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനായി 2 AI അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിതിൻ്റെ കാര്യങ്ങളും നോട്ടൊക്കെ കുറിച്ച് വയ്ക്കും. നമുക്ക് എത്ര ഡാമിൽ എത്ര വെള്ളമുണ്ട്, എത്ര ആംബിയർ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു, എത്ര വോൾട്ടേജ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, എല്ലാം ഈ കൺട്രോൾ പാനലിൽ അറിയാൻ പറ്റും. കണ്ടില്ലേ, ഇത്രയും ഈ 2 യൂണിറ്റാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ജനറേറ്റർ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഐഡിയ കിട്ടിക്കാണല്ലോ, നമുക്ക് എങ്ങനെയാണ് വീട്ടിലേക്ക് വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, വീട്ടിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളതൊക്കെ ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു. പിന്നെ ഇതേപോലെ ചെറിയ ഓരോ വീഡിയോകളും ടിപ്സുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് താങ്ക്സ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലായ യൂട്യൂബ് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ. താങ്ക് യു.